ഹായ് ഹലോ നമസ്കാരം. ഞാൻ അമിത് ഗിരീഷ്, ഫൗണ്ടർ സിനാപ്സ്. സോ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. 10th CBSEയിലെ ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. സ്ക്രീനിൽ കാണാം. വൈ ഇസ് ദ റേറ്റ് ഓഫ് ബ്രീത്തിങ് ഇൻ അക്വാറ്റിക് ഓർഗാനിസം ഇസ് മച്ച് ഫാസ്റ്റർ ദാൻ ഇൻ ടെറസ്ട്രിയൽ ഓർഗാനിസം. അതായത് ടെറസ്ട്രിയൽ ഓർഗാനിസത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അക്വാറ്റിക് ഓർഗാനിസത്തിന്റെ ബ്രീത്തിങ് റേറ്റ് എന്താണ്? വളരെ വളരെ വളരെയധികം കൂടുതലാണ്. ഇതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം ടെറസ്ട്രിയൽ റീജിയനിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ എയറിൽ പ്രസന്റ് ആയിട്ടുള്ള ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 21% ആണ്. ഓക്കെ, ഇതാണ് അറ്റ്മോസ്ഫിയറിൽ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 21% ആണ്. ഓക്കെ, അതേസമയം വാട്ടറിൽ ഓക്സിജൻ പ്രസന്റ് ആയിരിക്കുന്ന ഏത് ഫോമില? ഡിസോൾവ്ഡ് ഫോമില അല്ലേ? ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. ഓക്കെ, ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ വാട്ടറിൽ എത്ര പെർസെന്റേജ് ഉണ്ട്? ലെസ് ദാൻ 1%. ഓക്കെ, ലെസ് ദാൻ 1% ആണുള്ളത്. ഓക്കെ, ലെസ് ദാൻ 1% ആണ് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ടെറസ്ട്രിയൽ ഓർഗാനിസംസിന് ഉള്ളിലേക്ക് എടുക്കാൻ എന്താണ്? ലെസ് എഫേർട്ട് മതി. കുറഞ്ഞ എഫേർട്ട് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതേസമയം അതേ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഒരു അക്വാറ്റിക് ഓർഗാനിസത്തിനുള്ളിലേക്ക് എടുക്കണമെങ്കിൽ കൂടുതൽ എഫേർട്ട് വേണം. അതായത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ 1% കുറവ് ഓക്സിജൻ മാത്രം ഈ വാട്ടറിൽ ഡിസോൾവ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്ത് കൂട്ടണം? ബ്രീത്തിങ് റേറ്റ് കൂട്ടണം. ബ്രീത്തിങ് റേറ്റ് കൂട്ടിയാൽ മാത്രമേ അക്വാറ്റിക് ഓർഗാനിസത്തിന് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ അതിന്റെ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് ദ ആൻസർ. ഒന്ന് ഓർത്ത് വെക്കുക. അതായത് ഇവിടെ കാണാം 21% ആണ് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജന്റെ അളവ്. അതേസമയം വാട്ടറിൽ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ് ഓക്സിജൻ പ്രസന്റ് ആയിരിക്കുന്നത്. ആ പ്രസന്റ് ആയിട്ടുള്ള ഓക്സിജൻ എത്ര പെർസെന്റേജ് ഉള്ളൂ? ലെസ് ദാൻ 1%. അതുകൊണ്ട് ബ്രീത്തിങ് റേറ്റ് കൂട്ടിയാൽ മാത്രമേ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഉള്ളിലേക്ക് അക്വാറ്റിക് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് കയറത്തുള്ളൂ. റെഡി അല്ലേ? ഓക്കെ.